അടുത്തത് കൊടുവള്ളിയിലേക്ക് നമ്മൾ പോകുന്നു. കൊടുവള്ളി ലീഗ് കഴിഞ്ഞ തവണ നേടിയതാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ 2 സീറ്റുകൾ UDF നേടിയപ്പോൾ കഴിഞ്ഞ തവണ നേടിയ മണ്ഡലമാണ് കൊടുവള്ളി. കൊടുവള്ളിയിൽ ഇക്കുറി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. കൊടുവള്ളിയിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ നായകൻ PK ഫിറോസ് ആണ്. സലീം മടവൂർ, പരിചയസമ്പന്നനായ സലീം മടവൂർ, ഒപ്പം അത് ഘടകകക്ഷിയാണ്. കൊടുവള്ളിയിൽ നിന്ന് കാരാട്ടറസ് ഒക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി ലീഗിനെ തിരിച്ചെത്തിയ ഗിരി പട്ടനാലാണ് NDAയുടെ സ്ഥാനാർത്ഥി. എന്താണ് വിജയ സാധ്യത എന്ന് നമുക്ക് നോക്കാം. കൊടുവള്ളിയിൽ ഇക്കുറി അട്ടിമറി സംഭവിക്കുമോ അതല്ല ലീഗ് നിലനിർത്തുമോ എന്നുള്ളതാണ് ചോദ്യം. സേഫായ മണ്ഡലമാണ് PK ഫിറോസിന് കൊടുത്തതെന്നാണ് യൂത്ത് ലീഗുകാരുടെ അഭിപ്രായം. അവിടെ കാരാട്ടറസാക്കിന്റെ വരമ മണ്ഡലത്തിൽ വീണ്ടും UDF ആത്മവിശ്വാസം ഉയർത്തി. കുറച്ച് ബലം കൂടുതൽ ഇത്തിരി ബലം പിടിച്ചിട്ടാണെങ്കിലും ലീഗ് ടിക്കറ്റ് കൊടുക്കുന്ന മത്സരിക്കാനല്ല, നേരെ നിയമസഭയിലേക്ക്. ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടുന്ന മണ്ഡലമാണ് കൊടുവള്ളി. അവരുടെ ഷുവർ സീറ്റാണ് ഇക്കുറിയും എന്നുള്ളതാണ്. അങ്ങനെ PK ഫിറോസ് യുവ നായകൻ ലീഗിന്റെ PK ഫിറോസ്. പക്ഷേ PK ഫിറോസും നവാസും ഈ തെരഞ്ഞെടുപ്പിലെ ലീഗിന്റെ നല്ല നന്നായി തർക്കിക്കാൻ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ആളാണ് നവാസ്. നവാസിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് കോഴിക്കോട് ഇപ്പോൾ കൊടുവള്ളി ഇൻ ഫേവർ ഓഫ് UDF. അടുത്തത് തിരുവമ്പാടിയല്ല, കുന്നമംഗലത്തിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ വരുന്നു. AP വിഭാഗത്തിന്റെ വോട്ട് നിർണായകമാണ് കേട്ടോ. കുന്നമംഗലത്ത് 10,000 വോട്ടുണ്ട്. കുന്നമംഗലത്തെ സ്ഥാനാർത്ഥികൾ, കുന്നമംഗലത്തിന്റെ പ്രത്യേകത അവിടെ നിർണായകമായ സമുദായ വോട്ടുകൾ വളരെ വളരെ നിർണായകമാണ്. അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നല്ലോ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ. അവിടെ റസാഖ് മാസ്റ്റർ, PT റഹീം, ഒപ്പം സ്ഥാനാർത്ഥി VK സജീവൻ വളരെ പോപ്പുലറാണ്, ജനകീയ മുഖമാണ്, ചർച്ചകളിലൊക്കെ സംവാദ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത്. PT റഹീം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയേക്കുന്ന വലിയ ജനപ്രിയതയുണ്ട്. അതിനെ മാത്രമല്ല AP വോട്ട് എവിടേക്ക് പോകും. വലിയ രീതിയിൽ AP വോട്ട് കിട്ടുന്ന ഒരു നേതാവ് കൂട്ടാണ് PT റഹീം. അവിടെ നോക്കൂ, PT റഹീം തന്നെ പറയുന്ന അനുസരിച്ച് 6,000 വോട്ട് തങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് എന്നാണ്. അതാണ് ഈ LDFന്റെ ആത്മവിശ്വാസം. AP വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് കുന്നമംഗലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP പിടിച്ച വോട്ട് എത്രയാണെന്നറിയോ? 31,840. കുന്നമംഗലം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. BJP അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലാത്ത മണ്ഡലമാണ് കുന്നമംഗലം. അവിടെ 31,000-ലധികം വോട്ട് BJP തന്നെ പിടിച്ചിട്ടുണ്ട്. അവിടെ ജനകീയനായ സജീവനെ തന്നെയാണ് നിലനിർത്തുന്നത്. അതൊക്കെ LDFന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന വിള്ളൽ, അല്ലെങ്കിൽ UDFന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന വിള്ളൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുന്നമംഗലം ഉണ്ടല്ലോ, ഈ അപ്രതീക്ഷിത വിജയം ഉണ്ടാകുമെന്ന് കരുതുന്ന UDF കരുതുന്ന ഒരു മണ്ഡലമാണ് കേട്ടോ. പക്ഷെ നോക്കൂ, അവിടെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് AP ആണ്. അതിന് സംശയമില്ല. പ്രാദേശിക നേതാക്കൾ നമ്മളോട് വന്ന് ബൈറ്റ് തന്നേക്കുന്നതനുസരിച്ച് ഇടതു മുന്നണിയെ പിന്തുണയ്ക്കുന്നതാണ്. അവരെ മാറ്റം പറഞ്ഞിട്ടില്ല. മറ്റൊരു നേതാവും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ APയുടെ പൊതുവായിട്ടുള്ള വോട്ട് LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല UDF നേതാക്കന്മാർ പറയുന്നത്, നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് APനെ കാണാൻ പോയത് AP പറയുന്നത് എന്താണെന്ന് അറിയോ? PT റഹീം ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ പോലും റഹീം ആൻഡ് AP വിഭാഗം തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ. പഴയ ലീഗുകാരനല്ലേ. നോക്കാം ജയസാധ്യത കുന്നമംഗലത്ത് LDF or UDF. Let's see. Reporter pre-poll trend analysis. LDF. ഞാൻ വിചാരിക്കുന്ന UDF എന്നാണ്. ഞാൻ UDF എന്ന് വിചാരിക്കുന്നു. ഇല്ല, മാറാൻ സാധ്യതയുണ്ട്. AP വിഭാഗം അവസാന കാലങ്ങളിൽ നടത്തിയിരുന്ന പരസ്യമായ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. AP വിഭാഗം നേതാക്കളുമായി കോൺഗ്രസിനെ വർഷങ്ങളായി വലിയ രീതിയിൽ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എല്ലാം AP വിഭാഗം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് കുന്നമംഗലം. അവിടെ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ PT റഹീമുമായിട്ട്. ഒരു പുതിയ ദിവസം അതിന് മാറ്റി കൊടുക്കേണ്ട സാഹചര്യം ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റേണ്ട കാര്യം അവിടെ ഇല്ല. UDFന് അനുകൂലമായി സംസ്ഥാന വ്യാപകമായി വലിയൊരു വേവ് ഉണ്ടാവുകയാണെങ്കിൽ പക്ഷെ അവിടെ എന്താ അറിയോ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ 10,000-12,000-ഓളം വോട്ടുകൾ, അതിൽ 6,000-7,000 വോട്ട് സ്ഥിരമായിട്ട് PT റഹീമിന്റെ കയ്യിൽ വീഴുന്ന വോട്ടുകൾ. അത് മാറാൻ കാരണമില്ല. കാരണം PT റഹീമിനെതിരെ ഒരു സെന്റിമെന്റ് AP വിഭാഗത്തിന്റെ വർദ്ധിച്ചത് മാത്രമേ ഇത് മാറൂ. അങ്ങനെ വോട്ട് ഷിഫ്റ്റ് ചെയ്താലേ റസാഖ് മാഷ് വിജയിക്കും. റസാഖ് മാഷ് ഒട്ടും മോശമായ ഒരു സ്ഥാനാർത്ഥിയല്ല, മികച്ച സ്ഥാനാർത്ഥിയാണ്. അവിടെ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് 10,000 വോട്ട് മറികടക്കാൻ പര്യാപ്തമല്ല. ഞാൻ വിചാരിക്കുന്നു
ഞാൻ വിചാരിക്കുന്നത് എന്റെ ബോധ്യം റസാഖ് മാസ്റ്റർ എന്നാണ്. Right. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഞങ്ങൾ രണ്ടുപേരും യോജിക്കുന്നു.